ഹലോ ഡിയർ കിഡ്സ്, ഐ എം രേഷ്മ രജി രഞ്ജിത്ത്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ സബ്ജക്റ്റ് മാത്സ് ആണ്. 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റായ ലൈൻസ് ആൻഡ് ഷേപ്സ് ആണ് ഇന്നത്തെ ക്ലാസ്. ഇതിന് മുന്നേയുള്ള ഇംഗ്ലീഷ് EVS ക്ലാസ്സസിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ ചാനലിൽ ക്ലാസ് 4 എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണേ. പിന്നെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ മക്കളെ, ലെറ്റ്സ് ഗോ ത്രൂ ദ യൂണിറ്റ്. യൂണിറ്റ് 1, ലൈൻസ് ആൻഡ് ഷേപ്സ്. ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? ലൈൻസ് വരകൾ, ഷേപ്സോ ആകൃതി, രൂപങ്ങൾ. ലൈൻസ് ആൻഡ് ഷേപ്സ് വരകളും രൂപങ്ങളും. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള പലതരത്തിലുള്ള ഷേപ്സുകളെ കുറിച്ചാണ് അല്ലേ? ഫസ്റ്റ് പേജിൽ തന്നെ ഒരു നല്ല പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടോ മക്കളെ? സീ ദ പിക്ചർ. വാട്ട് ആർ ഓൾ ദ തിങ്സ് ഡു യു സീ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ തന്നിരിക്കുന്ന പിക്ചറിൽ മക്കൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഫ്രണ്ട്സിനോടും കൂടി ഡിസ്കസ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പിക്ചറിൽ എന്തൊക്കെ മക്കൾ കാണുന്നു എന്നതിൻ്റെ പേര് പറയുന്നതിനോടൊപ്പം നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെയൊക്കെ ഷേപ്സ് എന്താണെന്നും കൂടി. വൈ? നമ്മൾ ഈ യൂണിറ്റിൽ ലൈൻസ് ആൻഡ് ഷേപ്സ് ആണ് പഠിക്കുന്നത്. സോ നമ്മുടെ ഈ പിക്ചറിലെ എല്ലാ വസ്തുക്കളുടെയും ഷേപ്സ് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തോളൂ മക്കളെ. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എഴുതിക്കൂടി നോക്കാം. ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് എ സ്കൂൾ. ഇതൊരു സ്കൂളിൻ്റെ പിക്ചറാണ് അല്ലേ? സ്കൂളിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് LP സ്കൂൾ കടലുകാണി. സ്കൂൾ ഗേറ്റിലായിട്ട് ഒരു ബാനർ കണ്ടില്ലേ? അവിടെ എന്തോ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ടല്ലോ. എന്താ അതിലെഴുതിയിരിക്കുന്നത്? ഗവൺമെൻറ് LP സ്കൂൾ കടലുകാണി ജൂൺ 8 വേൾഡ് ഓഷ്യൻസ് ഡേ. ലോക സമുദ്ര ദിനം ജൂൺ 8 ദിനാചരണം നടത്തുന്നതിൻ്റെ ഒരു ബാനറാണ് അവിടെ കാണുന്നത്. സോ ദേ ആർ സെലിബ്രേറ്റിംഗ് വേൾഡ് ഓഷ്യൻസ് ഡേ. ഡു യു സീ ദ പിക്ചർ ഓഫ് എ ക്യാറ്റ് ഓൺ ദ വോൾ? സ്കൂളിൻ്റെ ഭിത്തിയിൽ ഒരു ക്യാറ്റിൻ്റെ പിക്ചർ കണ്ടോ? ലുക്ക് അറ്റ് ദ ഷേപ്പ് ഓഫ് ദ ക്യാറ്റ്സ് ഫേസ്. ആ പൂച്ചയുടെ മുഖത്തിൻ്റെ ഷേപ്പ് എന്താ മക്കളെ? യെസ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ സർക്കിൾ. പൂച്ചയുടെ മുഖം വൃത്താകൃതിയിലാണ് വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? ഡു യു നോ എ സർക്കിൾ ഹാസ് ഓൺലി വൺ കർവ്ഡ് ലൈൻ. വളഞ്ഞ ഒരു ഒറ്റ വര മാത്രമാണ് വൃത്തത്തിനുള്ളത്. നൗ ലുക്ക് അറ്റ് ദ ക്യാറ്റ്സ് ഇയേഴ്സ്. പൂച്ചയുടെ 2 ചെവികളിലേക്കൊന്ന് നോക്കിയേ മക്കളെ. വാട്ട് ഷേപ്പ് ആർ ദേ? ആ ഷേപ്പിന് എന്ത് പേരാ പറയുന്നേ? യെസ്, ദ ഇയേഴ്സ് ആർ ട്രയാങ്കിൾ ഷേപ്ഡ്. ചെവികൾ രണ്ടും ത്രികോണ ആകൃതിയിലാണ് അല്ലേ? അപ്പോൾ ആ പൂച്ചയുടെ മുഖം വൃത്താകൃതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആ വൃത്താകൃതി കിട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വളഞ്ഞ വര മതി, ഒരു ലൈൻ മാത്രം മതി എന്ന് നമ്മൾ പറഞ്ഞു. പൂച്ചയുടെ ഇയേഴ്സ് എങ്ങനെയാണ്? ട്രയാങ്കിൾ ഷേപ്ഡ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഈ ട്രയാങ്കിൾ ഷേപ്ഡ് കിട്ടാൻ എത്ര വരകൾ വേണം മക്കളെ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. എ ട്രയാങ്കിൾ ഹാസ് 3 സ്ട്രെയിറ്റ് ലൈൻസ്. 3 നേർരേഖകൾ ചേരുമ്പോഴാണ് ഒരു ത്രികോണം ട്രയാങ്കിൾ ഉണ്ടാകുന്നത്. ഓക്കെ, റൗണ്ടും ട്രയാങ്കിളും മാത്രമല്ല, സ്ക്വയറും റെക്റ്റാങ്കിളും ഒക്കെ ഈ പൂച്ചയെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഡു യു സീ ദ സ്കൂൾ വിൻഡോസ്? വാട്ട് ഷേപ്പ് ആർ ദേ? ആ സ്കൂളിൻ്റെ ജനലുകളൊക്കെ നോക്കിയ മക്കളെ, എന്ത് ഷേപ്പാണ്? യെസ്, ദേ ആർ റെക്റ്റാങ്കിൾ ഇൻ ഷേപ്പ്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ കിട്ടാൻ എത്ര ലൈൻസ് ചേരണമായിരിക്കും മക്കളെ? എ റെക്റ്റാങ്കിൾ ഹാസ് 4 സ്ട്രെയിറ്റ് ലൈൻസ്. 4 നേർരേഖകൾ ചേരുമ്പോഴാണ് ഒരു റെക്റ്റാങ്കിൾ ആവുന്നത്. വാട്ട് ഷേപ്പ് ഈസ് ദ ഡോർ? യെസ്, ദ ഡോർ ഈസ് ഓൾസോ റെക്റ്റാങ്കിൾ ഇൻ ഷേപ്പ്. ആ ഡോറുകളും റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് അല്ലേ? റെക്റ്റാങ്കിൾ ദീർഘചതുരം. ക്യാറ്റിനെ പോലെ തന്നെ ആ ഭിത്തിയിൽ ഷേപ്സ് വെച്ചിട്ടുള്ള വേറെയും രൂപങ്ങളൊക്കെ ഉണ്ടല്ലേ? ഫിഷസ് ഉണ്ട്, ബോട്ടുണ്ട്. സോ ഈ ഒരു സിംഗിൾ പിക്ചറിൽ നിന്ന് തന്നെ കുറേ ഷേപ്സും ലൈൻസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് പേജ്, സീ ആൻഡ് ഡ്രോ. യു സോ ദ പിക്ചർ ഓൺ ദ ഫസ്റ്റ് പേജ്, ഡിഡിൻറ്റ് യു? ഫസ്റ്റ് പേജിൽ തന്നിരിക്കുന്ന പിക്ചർ മക്കൾ കണ്ടില്ലേ? യെസ്. ഡിഡ് യു നോട്ടീസ് ദ പിക്ചേഴ്സ് ഓൺ ദ വോൾ? ആ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സൊക്കെ മക്കൾ ശ്രദ്ധിച്ചായിരുന്നോ? യെസ്. എന്തിൻ്റെയൊക്കെ ആയിരുന്നു ആ പിക്ചേഴ്സ്? ക്യാറ്റ്, ഫിഷ് ആൻഡ് ബോട്ട്. ഡ്രോ ദ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ്. ആ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണോ അത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ തന്നിരിക്കുന്ന കോളത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അതൊന്ന് വരയ്ക്കുക. നെക്സ്റ്റ്, സെലിബ്രേഷൻ. വാട്ട് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ 8th ഓഫ് ജൂൺ ഇൻ കടലുകാണി സ്കൂൾ? ജൂൺ 8 ഏത് ദിനാചരണമാണ് അവിടെ നടത്തിയത്? ഏത് സ്പെഷ്യൽ ഡേ ആണ് അവർ സെലിബ്രേറ്റ് ചെയ്തത്? അവിടെ ഒരു ബാനർ ഉണ്ടായിരുന്നില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയ മക്കളെ.
വേൾഡ് ഓഷ്യൻ ഡേ, ലോക സമുദ്ര ദിനം. കളർ ദ ഫിഷ്. There's an exhibition in Kadalakani School as part of the World Ocean Day celebration. വേൾഡ് ഓഷ്യൻ ഡേയുടെ ഭാഗമായിട്ട് കടലുകാണി സ്കൂളിൽ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. അനു, സുബി ആൻഡ് അതുൽ ആർ മേക്കിംഗ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പേപ്പർ ഫിഷസ് ഫോർ ഡെക്കറേഷൻ. അവിടെയൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് അനുവും സുബിയും അതിലും കൂടി എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്? പേപ്പർ ഫിഷിനെ, പേപ്പർ കൊണ്ടുള്ള മീനുകളെ ഉണ്ടാക്കുന്നുണ്ട്. ആ പിക്ചറിൽ കണ്ടില്ലേ മക്കളെ? ചാർട്ടും ഗമ്മും ഒക്കെ ഉപയോഗിച്ച് 3 കുട്ടികൾ താഴെ ഇരുന്നുകൊണ്ട് പേപ്പർ ഫിഷിനെ ഉണ്ടാക്കുകയാണ് അല്ലേ? See how they have hung their paper fishes using strings. വള്ളികൾ ഉപയോഗിച്ച് അവരെങ്ങനെയാണ് ആ പേപ്പർ ഫിഷസിനെ ഹങ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്നതെന്ന് കണ്ടോ? കളർ ദീസ് ആൻഡ് മേക്ക് ദം പ്രെറ്റി. ഇപ്പോൾ ഈ ഫിഷസിനൊന്നും കളറില്ല, കളർ കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയാവും. അപ്പോൾ നല്ല കളേഴ്സൊക്കെ കൊടുത്ത് അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രോ ആൻഡ് കളർ. ഡ്രോ അതർ ഷേപ്സ് ജോയിനിങ് ദോസ് ബിലോ ടു മേക്ക് ഫിഷസ് ആൻഡ് കളർ ദം. കണ്ടോ മക്കളെ? താഴെ 2 കോളംസിലായിട്ട് 2 ഷേപ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ തന്നിരിക്കുന്ന ഷേപ്പ് ഏതാ മക്കളെ? ഇറ്റ്സ് എ ട്രയാങ്കിൾ. സെക്കൻഡ് കോളത്തിലോ? ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. നിങ്ങളോട് എന്ത് ചെയ്യാനാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിനോടും റെക്റ്റാങ്കിളിനോടും കൂടുതൽ ഷേപ്സ് ജോയിൻ ചെയ്ത് ഫിഷസിനെ ഉണ്ടാക്കി ആ ചിത്രത്തിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രയാങ്കിളും റെക്റ്റാങ്കിളും യൂസ് ചെയ്തിട്ടുള്ള 2 ഫിഷസ് മേളിലെ കുട്ടികൾ ഉണ്ടാക്കിയത് ഹങ് ചെയ്തിട്ടിട്ടുണ്ട്. ആ സെയിം പിക്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് താഴോട്ട് വരയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ വൺ ക്രിയേറ്റ് ചെയ്ത് വരച്ച് കളർ ചെയ്യാം. ഓക്കെ. ഷേപ്സ്, രൂപങ്ങൾ. What all shapes did you notice in the paper fishes? Draw the shapes you know and complete the table. ഷേപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വരച്ച ഇത്രയും പേപ്പർ ഫിഷസിനെ നമ്മൾ കണ്ടു. ആ പേപ്പർ ഫിഷസിലൊക്കെ ഏതൊക്കെ ഷേപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കി മക്കളെ? നമ്മൾ ഈ കണ്ട പേപ്പർ ഫിഷസിൽ മെയിനായിട്ട് 3 ഷേപ്സ് ആണുള്ളത് അല്ലേ? ഏതൊക്കെ ഉണ്ടായിരുന്നു? സർക്കിൾ ഉണ്ടായിരുന്നു, ട്രയാങ്കിൾ ഉണ്ടായിരുന്നു ആൻഡ് റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു. ഡ്രോ ദ ഷേപ്സ് യു നോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഒരു ഷേപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതാണ്? സർക്കിൾ. ഇനി നിങ്ങൾക്കറിയാവുന്ന 2 ഷേപ്സ് കൂടി വരച്ച് അതിൻ്റെ നെയിം നെക്സ്റ്റ് കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏതെഴുതാം? റെക്റ്റാങ്കിൾ. ലാസ്റ്റ് വേണോ? ട്രയാങ്കിൾ. സോ 3 ഷേപ്സ് നമ്മൾ എഴുതിയല്ലേ? ഫസ്റ്റ് വൺ സർക്കിൾ, വൃത്തം. ദെൻ റെക്റ്റാങ്കിൾ, ദീർഘ ചതുരം. ലാസ്റ്റ് വൺ ട്രയാങ്കിൾ, ത്രികോണം. പേജ് നമ്പർ 10, ഈർക്കിൽ ഫിഷ്. അവിടെ ടീച്ചർ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൽ ബീഡ്സ്. ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഒരു ഫിഷിനെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The picture shows the fish Adul made by sticking ഈർക്കിൽ beads on paper. ഈർക്കിൽ കഷ്ണങ്ങൾ പേപ്പറിൽ ഒട്ടിച്ച് അതിലുണ്ടാക്കിയ ഒരു ഫിഷിൻ്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കാൻ യു ഓൾസോ മേക്ക് സച്ച് ഫിഗേഴ്സ്? നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഫിഗേഴ്സൊക്കെ ഉണ്ടാക്കിക്കൂടെ? യൂസ് ദം ഫോർ ദ ഓഷ്യൻ ഡേ സെലിബ്രേഷൻസ്. ഇങ്ങനെ ഉണ്ടാക്കി അത് എന്തിനു യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓഷ്യൻ ഡേ സെലിബ്രേഷന് യൂസ് ചെയ്യണം. സോ അതുൽ ഹാസ് മേഡ് എ ബ്യൂട്ടിഫുൾ ഫിഷ് യൂസിങ് സ്മോൾ ഈർക്കിൽ ബീഡ്സ്. ചെറിയ ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് അഖിൽ എന്ത് നല്ല ഭംഗിയുള്ള ഒരു ഫിഷിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അതിലുണ്ടാക്കിയ ഫിഷിന് എന്തൊക്കെ ഷേപ്സ് ഉണ്ട്? ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. സോ മക്കൾക്ക് എന്ത് മനസ്സിലായി? വി ക്യാൻ യൂസ് ഈർക്കിൽ ബീഡ്സ് ടു മേക്ക് ഷേപ്സ് ലൈക്ക് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ആൻഡ് സർക്കിൾ. സോ ഹൗ ടു മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൽ. ഈർക്കിൽ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഫിഷിനെ ഉണ്ടാക്കാം? ഒരു ഫിഷിനെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? മേക്ക് ദ ബോഡി. അതിനൊരു ബോഡി വേണം അല്ലേ? ആ ബോഡി ആയിട്ട് നമുക്ക് ഏത് ഷേപ്പ് സെലക്ട് ചെയ്യാം മക്കളെ? നിങ്ങൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ടേക്ക് 4 ഈർക്കിൽസ് ആൻഡ് ജോയിൻ ദം ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്റ്റാങ്കിൾ. 4 ഈർക്കിൽ കഷ്ണങ്ങൾ എടുത്ത് റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെക്കുക. ഈ ഫിഷിന് എന്താണ് വേണ്ടത്? ഫിൻസ് വേണം അല്ലേ? ചിറകുകൾ വേണം നീന്താൻ വേണ്ടി. അതിനെന്ത് ചെയ്യണം? ഏത് ഷേപ്പ് ആയിരിക്കും ബെറ്റർ? ട്രയാങ്കിൾ ഈസ് ഗുഡ്. സോ യൂസ് 3 ഈർക്കിൽസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഹാസ് 3 സൈഡ്സ്. ഒരു ത്രികോണത്തിന് 3 സൈഡ്സ് അല്ലേ ഉള്ളത്? അപ്പോൾ 3 ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഫിൻസ് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫിൻസ് എന്ത് ചെയ്യണം? റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ആ ബോഡിയോട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് വെക്കുക. നെക്സ്റ്റ് നമ്മുടെ ഫിഷിന് എന്താ വേണ്ടത്? ഒരു വാല് വേണം അല്ലേ? മേക്ക് ദ ടെയിൽ. ഏത് ഷേപ്പിൽ ഉണ്ടാക്കാം? മേക്ക് ദ ടെയിൽ ഇൻ ട്രയാങ്കിൾ ഷേപ്പ് ഓർ എനി ഷേപ്പ് യു ലൈക്ക്.
ഒന്നുകിൽ ത്രികോണാകൃതിയിൽ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ആകൃതി വേണമെങ്കിലും, റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, റൗണ്ട് ആയിക്കോട്ടെ, നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഫിഷിന് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് എന്താ? ഹെഡ് ആൻഡ് ഐ. തലയും വേണം, ഒരു കണ്ണും വേണം. For the head, fold irkle bit into a triangle shape. The fish needs an eye. Use a small irkle in the shape of a circle or use a bead or seed. Remember that the eyes are circle in shape. ഫിഷിൻ്റെ തല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ ഷേപ്പ്, ത്രികോണ ആകൃതിയിൽ ഈർക്കിൽ ബിറ്റ്സ് ഒട്ടിച്ചെടുക്കാം. ഇനി വേണ്ടതൊരു കണ്ണാണ്. കണ്ണ് ഏത് ഷേപ്പിലാണ് മക്കളെ? കണ്ണ് റൗണ്ട് ഷേപ്പിലാണല്ലേ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈർക്കിൽ റൗണ്ട് ഷേപ്പിൽ ചെറുതായി കട്ട് ചെയ്ത് വളച്ച് ഒട്ടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുത്തോ സീഡോ എന്തെങ്കിലും റൗണ്ടിലുള്ളത് അവിടെ ഒട്ടിച്ച് വെക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കണ്ണ് എപ്പോഴും റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിരിക്കണം. കണ്ടില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളൊരു ഫിഷിനെ ഉണ്ടാക്കിയില്ലേ. ഇതേപോലെ മറ്റ് ഷേപ്സ് വെച്ച് ഡിഫറെൻറ്റ് പാറ്റേണിൽ നിങ്ങൾ ഫിഷിനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ മക്കളെ. ബട്ടർഫ്ലൈ. ടു ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം ഇൻ ദ സ്കൂൾ, ന്യൂ ഫിഗേഴ്സ് ആർ ടു ബി ഡ്രോൺ. ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി, അലങ്കരിക്കാൻ വേണ്ടി പുതിയ ഫിഗേഴ്സൊക്കെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. സീ ദ ബട്ടർഫ്ലൈ ഡ്രോൺ യൂസിങ് വേരിയസ് ഷേപ്സ്, കളർ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് പ്രെറ്റി. പലതരത്തിലുള്ള ഷേപ്സുകൾ, രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ചിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് കളർ ചെയ്ത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. So dear kids, look at the beautiful butterfly in the picture. It is made by joining different shapes. The wings have triangles, circles and squares. പലതരം ഷേപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈയുടെ പിക്ചറാണിത്. ഇതിൻ്റെ ചിറകുകളിൽ ഏതൊക്കെ ഷേപ്സ് ഉണ്ട് മക്കളെ? ട്രയാങ്കിൾസ്, സർക്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്. ത്രികോണമുണ്ട്, വൃത്തമുണ്ട്, ചതുരമുണ്ട്. ദ ബോഡി ലുക്സ് ലൈക്ക് എ റെക്റ്റാങ്കിൾ ഓർ സ്ക്വയർ. അതിൻ്റെ ബോഡിയിൽ റെക്റ്റാങ്കിളും ഉണ്ട്, സ്ക്വയറും ഉണ്ട്. യു ക്യാൻ ഓൾസോ ഡ്രോ എ ബട്ടർഫ്ലൈ യൂസിങ് ദിസ് ഷേപ്സ്. നിങ്ങൾക്കും ഈ ഷേപ്സ് ഒക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ടൊരു ബട്ടർഫ്ലൈയെ വരയ്ക്കാൻ പറ്റും. ദെൻ കളർ ഇറ്റ് നൈസ്ലി. അത് നന്നായിട്ടൊന്ന് കളർ ചെയ്യാൻ വേണം കേട്ടോ. റൈറ്റ് സൈഡിൽ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. ഈ ബട്ടർഫ്ലൈയെ ഉണ്ടാക്കിയിരിക്കുന്ന പിക്ചറിൽ ഏതൊക്കെ ഷേപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ മക്കളെ. സർക്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ. ദെൻ താഴെ ഒരു ചെറിയ പസിൽ കൊടുത്തിട്ടുണ്ട്. പസിൽ കോർണർ. ഓൺലി 3 ലൈൻസ് ആർ നീഡഡ് ടു മേക്ക് മീ. ഹു ആം ഐ? എന്നെ ഉണ്ടാക്കാൻ വേണ്ടി 3 ലൈൻസ്, 3 വരകൾ മാത്രം മതി. ആരാണ് ഞാനെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരിക്കും മക്കളെ? റൗണ്ട് ആണോ, സർക്കിളാണോ? അല്ല, സർക്കിളിനൊരു സിംഗിൾ ലൈൻ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി സ്ക്വയർ ആണോ? സ്ക്വയറിന് എത്ര ലൈൻസ് വേണം മക്കളെ? 4 ലൈൻസ് വേണമല്ലേ. അപ്പോൾ പിന്നെ റെക്റ്റാങ്കിൾ ആയിരിക്കും അല്ലേ. റെക്റ്റാങ്കിളിന് എത്ര ലൈൻസ് വേണം? റെക്റ്റാങ്കിളിനും 4 ലൈൻസ് ആണല്ലോ വേണ്ടത്. പിന്നെ ഉള്ളതാരാ? ട്രയാങ്കിൾ. ട്രയാങ്കിളിന് എത്ര ലൈൻസ് വേണം മക്കളെ? ഒന്ന് വരച്ച് നോക്കിയേ. 3 ലൈൻസ്. അപ്പോൾ പിന്നെ ആരായിരിക്കും ഇത്? അതൊരു ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. ഇറ്റ്സ് എ ട്രയാങ്കിൾ. നെക്സ്റ്റ്, മെഷറിംഗ് സൈഡ്സ്. യൂസ് എ റെക്റ്റാങ്കിൾ കാർഡ് ഇൻ ദ മാത്ത് ബോക്സ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ. നിങ്ങളുടെ മാത്ത് ബോക്സിലുള്ള റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ച് ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്റ്റാങ്കിൾ ഹാവ്? ഒരു റെക്റ്റാങ്കിളിന് എത്ര സൈഡ്സ്, എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി ഹാവ് ലേൺഡ് അബൌട്ട് ദ റെക്റ്റാങ്കിൾ, റൈറ്റ്? 4 ലൈൻസ് ചേരുമ്പോഴാണ് ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഹാസ് 4 സൈഡ്സ്. 4 വശങ്ങളുണ്ട്. ആൻഡ് കോർണേഴ്സ്. എത്ര കോർണേഴ്സ് ഉണ്ട്? എത്ര കോണുകളുണ്ട്? കോർണേഴ്സ് എന്നാൽ ഏത് ഭാഗമാണ് മക്കളെ റെക്റ്റാങ്കിളിൻ്റെ? വശങ്ങളുടെ 2 ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന, ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് കോർണേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു റെക്റ്റാങ്കിളിന് എത്ര കോർണേഴ്സ് ഉണ്ടാവും? 4 കോർണേഴ്സ്. യൂസ് റൂളർ ടു മെഷർ ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ യു ഹാവ് ഡ്രോൺ. നിങ്ങളൊരു റെക്റ്റാങ്കിൾ വരച്ചില്ലേ, അതിൻ്റെ സൈഡ്സ് സ്കെയിൽ ഉപയോഗിച്ച് അളന്നെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുകളിൽ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ സൈഡ് 1 ഈസ് 3 cm, side 2 is 5 cm, side 3 is 3 cm and side 4 is 5 cm. Do you note anything special about these lengths? Write your findings. റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിന്, നീളത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി, പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തോന്നാണ് ചോദിച്ചിരിക്കുന്നത്.
യെസ്, സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ? ദ ലെങ്ത് ഓഫ് ദ സൈഡ് 1 ഈസ് ദ സെയിം ആസ് ദ ലെങ്ത് ഓഫ് സൈഡ് 3. സൈഡ് 1ൻ്റെയും സൈഡ് 3യുടെയും ലെങ്ത് സെയിം തന്നെയാണ്. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആയിരുന്നു. സിമിലർലി ദ ലെങ്ത് ഓഫ് സൈഡ് 2 ഈസ് സെയിം ആസ് ദ ലെങ്ത് ഓഫ് സൈഡ് 4. അതേപോലെ തന്നെ സൈഡ് 2ൻ്റെ ലെങ്തും സൈഡ് 4ൻ്റെ ലെങ്തും സെയിം ആണ്. സൈഡ് 2ൻ്റെ 5 സെൻറ്റിമീറ്റർ ആയിരുന്നു, സൈഡ് 4ൻ്റെയും 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. സോ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തിനെ പറ്റി എന്ത് പറയാം മക്കളെ? ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ ദ സെയിം ലെങ്ത്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ലെങ്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. സോ വി ലേൺഡ് അബൌട്ട് മെനി ഷേപ്സ്. വൺ ഓഫ് ദം ഈസ് ദ റെക്റ്റാങ്കിൾ. നമ്മൾ ഒരുപാട് ഷേപ്സിനെ കുറിച്ച് പഠിച്ചു. അതിലൊന്നാണ് റെക്റ്റാങ്കിൾ. ആൻഡ് വാട്ട് ഈസ് എ റെക്റ്റാങ്കിൾ? എന്താണ് ഒരു റെക്റ്റാങ്കിൾ എന്നാൽ? എ റെക്റ്റാങ്കിൾ ഈസ് എ 4-sided ഷേപ്പ്. ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് ആൻഡ് ഓൾ ഇറ്റ്സ് കോർണേഴ്സ് ആർ സ്ട്രെയിറ്റ് അപ്പ്. എല്ലാ കോണുകളും നേരെ മുകളിലേക്കും ആയിരിക്കും. നെക്സ്റ്റ്, ഈർക്കിൽ റെക്റ്റാങ്കിൾ. See the shapes Adul and Binsa made using Irkil bits of length 8 cm and 5 cm. 8 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉപയോഗിച്ച് അതുലും ബിൻസയും എന്ന 2 കുട്ടികൾ ഈർക്കിൽ ബിറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന 2 റെക്റ്റാങ്കിളിൻ്റെ പിക്ചേഴ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഈസ് എ റെക്റ്റാങ്കിൾ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലേതാണ് മക്കളെ ഈ 2 പിക്ചേഴ്സിൽ കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ? അതിൽ ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ ആണോ അതോ ബിൻസ് ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ ആണോ കറക്റ്റ്? ദ ഷേപ്പ് ഫോംഡ് ബൈ അതുൽ ഈസ് എ റെക്റ്റാങ്കിൾ. അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന റെക്റ്റാങ്കിൾ ആണ് കറക്റ്റ് ഷേപ്പ്. എന്തുകൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഒന്ന് പറഞ്ഞേ. ദാറ്റ് ഷേപ്പ് ഹാസ് 4 സൈഡ്സ്. അതിലുണ്ടാക്കിയ ആ ഷേപ്പിന് 4 സൈഡ്സ് ഉണ്ട്. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് ലെങ്ത്. മാത്രമാണോ? അല്ല. ഓൾസോ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഗോ സ്ട്രെയിറ്റ് അപ്പ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നേരെ മുകളിലേക്കാണുള്ളത്. ദെയർഫോർ ദ ഫിഗർ അതുൽ മേഡ് ഈസ് എ റെക്റ്റാങ്കിൾ. അതുകൊണ്ട് തന്നെ അതിലുണ്ടാക്കിയ ആ ഒരു ഫിഗറാണ് കറക്റ്റ് റെക്റ്റാങ്കിൾ. ദ ഫിഗർ ബിൻസ മേഡ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? ബിൻസ ഉണ്ടാക്കിയ ആ ഒരു ഫിഗർ കറക്റ്റ് റെക്റ്റാങ്കിൾ അല്ല. എന്തുകൊണ്ടാണ്? ദ ഷേപ്പ് മെയ്ഡ് ബൈ ബിൻസ ഹാസ് 4 സൈഡ്സ്. ബിൻസ ഉണ്ടാക്കിയ ആ ഒരു ഫിഗറിനും ആ ഒരു ഷേപ്പിനും എത്രയാണ്? 4 സൈഡ്സ് തന്നെയുണ്ട്, 4 വശങ്ങൾ തന്നെയുണ്ട്. ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ഈക്വൽ ലെങ്തുമായിരുന്നു. ഹൗവർ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ നോട്ട് സ്ട്രെയിറ്റ്. സോ ദ ഷേപ്പ് മെയ്ഡ് ബൈ ബിൻസ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. ബിൻസയുടെ ട്രയാങ്കിളിന് 4 സൈഡ്സ് ഉണ്ടായിരുന്നു. ഓപ്പോസിറ്റ് സൈഡ്സൊക്കെ ഈക്വൽ ലെങ്ത് ആയിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നേരെ മുകളിലോട്ട് സ്ട്രെയിറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബിൻസയുടേത് ഒരു റെക്റ്റാങ്കിൾ അല്ല. നെക്സ്റ്റ്, റെക്റ്റാങ്കിൾസ് സ്പെഷ്യാലിറ്റി. റൈറ്റ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് എ റെക്റ്റാങ്കിൾ. നമ്മൾ ഇത്രയും നേരം റെക്റ്റാങ്കിളിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്റ്റാങ്കിളിൻ്റെ 2 സ്പെഷ്യാലിറ്റീസ് ഇതേ മക്കളെ ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്സ്. ഒരു ദീർഘചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. നെക്സ്റ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹൊറിസോണ്ടൽ. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ. ടോപ്പ് ആൻഡ് ബോട്ടം, മുകൾ ഭാഗവും താഴ്ഭാഗവും ഹൊറിസോണ്ടൽ ആയിരിക്കും, സമാന്തരമായിരിക്കും, നേരെ ആയിരിക്കും. ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സോ അത് വെർട്ടിക്കലായിട്ടായിരിക്കും, അതായത് ലംബമായിട്ട് കുത്തനെ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്തെഴുതാം? എ റെക്റ്റാങ്കിൾ ഹാസ് 4 കോർണേഴ്സ്. 4 കോർണേഴ്സ് ഉണ്ട്. നെക്സ്റ്റ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ നീളം ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്. പലതരത്തിലുള്ള ദീർഘചതുരങ്ങൾ. See the rectangles Anup drew using the rectangle cards in his math box. മാത്ത് ബോക്സിലെ റെക്റ്റാങ്കിൾ കാർഡ്സ് ഉപയോഗിച്ച് അനൂപ് വരച്ച കുറച്ച് റെക്റ്റാങ്കിൾസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. 4 റെക്റ്റാങ്കിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മെഷർ ദ സൈഡ്സ് യൂസിങ് എ റൂളർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ.
തന്നിരിക്കുന്ന ഈ 4 റെക്റ്റാങ്കിൾസിൻ്റെയും സൈഡ്സിൻ്റെ ലെങ്ത് ഒരു സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ അളന്ന് ഈ ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മക്കളെ, നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ഈ റെക്റ്റാങ്കിളിൻ്റെ ഓരോ സൈഡ്സും അളന്ന് കറക്റ്റായിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം ഇതേപോലെ. അതിനുശേഷം ഈ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. In first rectangle, length of side 1 and side 4 are same. ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് 1ഉം സൈഡ് 4ഉം ലെങ്ത് സെയിം ആണല്ലേ. സിമിലർലി സൈഡ് 2 ആൻഡ് സൈഡ് 3 ആർ ഓൾസോ സെയിം ഇൻ ലെങ്ത്. അതേപോലെ തന്നെ സൈഡ് 2ഉം സൈഡ് 3യും സെയിം ലെങ്ത് ആണ്. Now look at the second rectangle. Length of side 1 and side 4 is same. ലാസ്റ്റ് 2 റെക്റ്റാങ്കിളിലോ മക്കളെ അതിൻ്റെ 4 സൈഡ്സും സെയിം ആണ് കാണിക്കുന്നത് അല്ലേ. സോ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഷർമെൻറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ താഴെ ആ കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? ഇൻ ദ ഫസ്റ്റ് 2 പിക്ചേഴ്സ് 2 സൈഡ്സ് ആർ ഈക്വൽ. ആദ്യത്തെ 2 പിക്ചേഴ്സിൽ 2 സൈഡ്സ് വീതം ഈക്വൽ ആയിരുന്നു. ഇൻ ദ ലാസ്റ്റ് 2 പിക്ചേഴ്സ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ലാസ്റ്റിലെ 2 പിക്ചേഴ്സിലോ എല്ലാ സൈഡ്സും തുല്യമായിരുന്നു, ഈക്വൽ ആയിരുന്നു. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ ദ സെയിം ലെങ്ത്. റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ലെങ്തും ആയിരുന്നു. നെക്സ്റ്റ് സ്പെഷ്യൽ റെക്റ്റാങ്കിൾ. വി ഹാവ് സീൻ ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്. നമ്മൾ പലതരത്തിലുള്ള ദീർഘചതുരങ്ങൾ റെക്റ്റാങ്കിൾസ് കണ്ടു. ലുക്ക് അറ്റ് ദ തേർഡ് ആൻഡ് ഫോർത്ത് റെക്റ്റാങ്കിൾസ് അഗെയിൻ. പ്രീവിയസ് പേജിൽ പേജ് 13 തന്നിരിക്കുന്ന ലാസ്റ്റ് 2 റെക്റ്റാങ്കിൾസ് ഒന്നുകൂടി ഒന്ന് നോക്കിയേ. ടേക്ക് ഈർക്കിൽ ബിറ്റ്സ് ടു മേക്ക് സച്ച് എ റെക്റ്റാങ്കിൾ. അതേപോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിക്കാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. 2 റെക്റ്റാങ്കിൾസിൻ്റെയും സൈഡ്സിൻ്റെ ലെങ്ത് നമ്മൾ ഓൾറെഡി അളന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ സെയിം ലെങ്തിലുള്ള ഈർക്കിൽ ബിറ്റ്സ് വേണം മക്കളെ നിങ്ങൾ എടുക്കാൻ. വാട്ട് ഈസ് സ്പെഷ്യൽ എബൌട്ട് ദ ലെങ്ത് ഓഫ് ദ ഈർക്കിൽ ബിറ്റ്സ് യു ടുക്ക്? നിങ്ങൾ എടുത്ത ഈർക്കിൽ ബിറ്റ്സിൻ്റെ ലെങ്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടല്ലോ. എന്താ അത്? ലെങ്ത് ഓഫ് ദ ഈർക്കിൽ ബിറ്റ്സ് ആർ സെയിം. ഈർക്കിൽ കഷ്ണങ്ങളുടെ എല്ലാം നീളം സെയിം ആണ്. അതെന്താ ഇപ്പോൾ അങ്ങനെ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് എന്നല്ലേ നമ്മൾ ഇത്രയും നേരം റെക്റ്റാങ്കിളിനെ കുറിച്ച് പഠിച്ചത്? അങ്ങനെയെങ്കിൽ 2 സൈഡ്സ് വീതമല്ലേ മക്കളെ സെയിം ആവൂ? പിന്നെ എങ്ങനെയായിരിക്കും 4 സൈഡ്സും ഈക്വൽ ആയത്? കൺഫ്യൂഷനായോ? ഇതൊരു സ്പെഷ്യൽ റെക്റ്റാങ്കിൾ അല്ലേ. A shape whose sides are all equal in length can be called a square. അതായത് എല്ലാ വശങ്ങളും ഈക്വൽ ലെങ്തായ ഒരേ നീളത്തിലുള്ള ഈ ഷേപ്പിനെ നമ്മൾ സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. സമചതുരം, എല്ലാ വശങ്ങളും സമമായത്, ഈക്വൽ ആയത്. സൈഡിൽ കൊടുത്തിട്ടുള്ള പസിൽ കോർണർ ഒന്ന് വായിച്ചു നോക്കി മക്കളെ. ഹൗ മെനി കോർണേഴ്സ്? എത്ര കോണുകൾ? 1 corner of a rectangular sheet of paper is cut off. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പേപ്പർ ഷീറ്റിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്തിരിക്കുന്നു. ഹൗ മെനി കോർണേഴ്സ് ഡസ് ഇറ്റ് ഹാവ് നൗ? ഇപ്പോൾ അതിന് എത്ര കോർണേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേ കണ്ടില്ലേ മക്കളെ, ഒരു കോർണർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഒരു കോർണർ കൂടി ഉണ്ടായി. അങ്ങനെ എത്ര കോർണേഴ്സ് ഉണ്ട് ഇപ്പോൾ? 5 കോർണേഴ്സ്. നെക്സ്റ്റ് റൈറ്റ് ഡൗൺ ദ പെക്യുലിയാരിറ്റീസ് ഓഫ് എ സ്ക്വയർ. ഒരു സമചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, there are 4 sides. 4 വശങ്ങളുണ്ട്. നെക്സ്റ്റ്, all 4 sides are equal. എല്ലാ 4 വശങ്ങളും തുല്യമായിരിക്കും. നെക്സ്റ്റ്, the lines on the left and right are vertical. ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ലൈൻസ് വെർട്ടിക്കൽ ആയിരിക്കും, കുത്തനെയുള്ളതായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട്. ഒരു സമചതുരത്തിൻ്റെ എതിർവശങ്ങൾ തമ്മിലുള്ള ദൂരം സെയിം ആയിരിക്കും. ഇനി ആ സൈഡ് കോളത്തിൽ തന്നിട്ടുള്ള 2 കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയ മക്കളെ. ഫസ്റ്റ് കോളത്തിൽ എന്താണ്? സ്ക്വയർ. എ റെക്റ്റാങ്കിൾ വിത്ത് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് എ സ്ക്വയർ. 4 വശങ്ങളുടെ നീളവും തുല്യമായി വരുന്ന ഒരു റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ? ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾസ്. എല്ലാ സമചതുരങ്ങളും ദീർഘചതുരങ്ങളാണ്. ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾസ്. ബട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയേഴ്സ്. എന്നാൽ എല്ലാ ദീർഘചതുരങ്ങളും സമചതുരങ്ങളാണോ? അല്ല. നെക്സ്റ്റ്,
സ്ക്വയർ വിത്തിൻ റെക്റ്റാങ്കിൾ. ദീർഘചതുരത്തിനകത്തുള്ള സമചതുരം. ഡ്രോ എ സിംഗിൾ ലൈൻ ഇൻസൈഡ് ദിസ് റെക്റ്റാങ്കിൾ ടു ഡ്രോ എ സ്ക്വയർ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ നടുക്കായിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ഒരു സിംഗിൾ ലൈൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 സ്ക്വയേഴ്സ് കിട്ടും. നെക്സ്റ്റ്, മേക്കിംഗ് എ ക്യൂബ്. ഡ്രോ സ്ക്വയേഴ്സ് ആസ് ഷോൺ ബിലോ ഇൻ എ തിക്ക് ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് കട്ട് ഇറ്റ്. വിത്ത് ടീച്ചേഴ്സ് ഹെൽപ്പ് മേക്ക് എ ക്യൂബ് ആസ് ഷോൺ. ഒരു കട്ടിയുള്ള പേപ്പർ, തിക്ക് ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഈ കാണിച്ചിരിക്കുന്ന പോലെ മക്കൾ അതിൽ സ്ക്വയേഴ്സ് വരയ്ക്കണം. എന്നിട്ടോ സൂക്ഷിച്ചത് ദേ താഴെ കൊടുത്തിട്ടുള്ള പോലെ കട്ട് ചെയ്തെടുക്കണേ. നിങ്ങളുടെ മാത്സ് ടീച്ചറുടെ ഹെൽപ്പോട് കൂടി താഴെ കൊടുത്ത പോലെയുള്ള ഒരു ക്യൂബ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ജിയോ ബോർഡ്. മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് യൂസിങ് റബ്ബർ ബാൻഡ്സ് ഓൺ ദ ജിയോ ബോർഡ് ഇൻ ദ മാത്ത് ലാബ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ മാത്ത് ലാബിലെ ജിയോ ബോർഡിൽ റബ്ബർ ബാൻഡ്സ് ഉപയോഗിച്ച് റെക്റ്റാങ്കിൾസും സ്ക്വയേഴ്സും ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ അതിൻ്റെ ലെങ്ത് കാണണം, സൈഡ്സിൻ്റെ ലെങ്ത്, വശങ്ങളുടെ നീളം കണ്ടുപിടിക്കണം. വാട്ട് ഫിഗർ ഈസ് ഗോട്ട് ബൈ ലൂപ്പിംഗ് എ റബ്ബർ ബാൻഡ് അറൗണ്ട് എ പെഗ് ആൻഡ് 3 pegs നിയറസ്റ്റ് ടു ഇറ്റ്. മക്കളെ, നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ജിയോ ബോർഡ് കാണിച്ച് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിൽ ആണി അടിച്ച് ഈ ഡോട്ട്സ് കൊടുത്തിട്ടില്ലേ അതിൻ്റെ സ്ഥാനത്ത് ആണി അടിച്ച് വെച്ചിട്ട്, ആണി തറച്ച് വെച്ചിട്ട് നമുക്ക് ജിയോ ബോർഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൽ നിന്നും റബ്ബർ ബാൻഡ് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് വലിച്ച് ഫിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഓരോ ഷേപ്സ് ഉണ്ടാക്കാം. ട്രയാങ്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അടുത്തടുത്ത് 3 pegsലായിട്ട് റബ്ബർ ബാൻഡ് ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ എന്ത് ഫിഗറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. എന്താണ്? സ്ക്വയർ. Next, Math Club. See how they have decorated the classroom for the Math Club inauguration. സ്കൂളിലെ മാത്ത് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിന് അവരെങ്ങനെയാണ് ക്ലാസ് റൂം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പിക്ചറിലോട്ട് നോക്കിയ മക്കളെ, ഡിഫറെൻറ്റ് ഷേപ്സ് ആണ് ആ കുട്ടികൾ അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്ത്. വാട്ട് ഓൾ ഷേപ്സ് ആർ ദെയർ എമംഗ് ദം. ഏതൊക്കെ ഷേപ്പുകൾ അതിലുണ്ട് നോക്കിയ മക്കളെ. The picture below shows some of these shapes. Write the name of each under it. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സിലുള്ള ഷേപ്സിൻ്റെ പേര് അതിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന സ്പേസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Earlier we learned about flat shapes. ട്രയാങ്കിൾസും സർക്കിളും റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ നമ്മൾ ഫ്ലാറ്റ് ഷേപ്സ് ആയിട്ടാണ് ഇതുവരെ പഠിച്ചത്. These are called 2D shapes, അതായത് ദ്വിമാന രൂപങ്ങൾ, പരന്ന രൂപങ്ങൾ. 2-dimensional ഷേപ്സ് എന്ന് പറയും. വി ക്യാൻ ഡ്രോ ദം ഓൺ പേപ്പർ. നമുക്കത് പേപ്പറിലൊക്കെ വരയ്ക്കാൻ കഴിയും. ദേ ആർ ഫ്ലാറ്റ് ലൈക്ക് എ പീസ് ഓഫ് പേപ്പർ. ഒരു കഷ്ണം പേപ്പർ പോലെ ഇത് ഫ്ലാറ്റ് ആയിട്ടിരിക്കും ഈ 2D രൂപങ്ങൾ. പിന്നെ 2D ഷേപ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മക്കളെ, ദേ ഹാവ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ബട്ട് നോ ഹൈറ്റ് ഓർ ഡെപ്ത്. അവയ്ക്ക് ലെങ്തും വിഡ്ത്തും, നീളവും വീതിയും ഉണ്ടാവും, പക്ഷേ ഹൈറ്റും ഡെപ്തും, ഉയരവും ആഴവും ഉണ്ടാവില്ല. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചുള്ള എന്തൊക്കെയായിരുന്നു നമ്മൾ വരച്ചത്? സർക്കിൾസ്, സ്ക്വയേഴ്സ്, ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന 4 പിക്ചേഴ്സ് നോക്കിയ മക്കളെ, അത് 2D ഷേപ്സ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഈ തന്നിരിക്കുന്നത്. എന്തുകൊണ്ടാവും അവ അങ്ങനെ തോന്നിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. In real life, we see many things that have length, width and also height. നമ്മുടെ ഡെയിലി ലൈഫിൽ നീളവും വീതിയും ഉയരവുമുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മൾ കാണാറുണ്ട്. ദീസ് ആർ നോൺ ആസ് 3D ഷേപ്സ്. ഇങ്ങനെയുള്ള ഷേപ്സിനെയാണ് എന്ത് പറയുന്നത്? 3D ഷേപ്സ് എന്ന് പറയുന്നത്. 3-dimensional ഷേപ്സ് അഥവാ ത്രിമാന രൂപങ്ങൾ. 2D ഷേപ്സ് പോലെ തന്നെ അവയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരിക്കും? ദേ ഹാവ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. 3D ഷേപ്സിന് ലെങ്ത് ഉണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്, ഉയരവും ഉണ്ട്. പക്ഷെ 2D ഷേപ്സിനോ അവിടെ ഉയരം ഇല്ലായിരുന്നു, നീളവും വീതിയും മാത്രമേ ഉള്ളായിരുന്നു, ഉയരവും ആഴവും ഇല്ലായിരുന്നു. 3D ഷേപ്സിനുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയാമേ. ക്യൂബ്, സ്ഫിയർ, കോൺ, സിലിണ്ടർ, പ്രിസം ആൻഡ് പിരമിഡ്. ഈ ഷേപ്സിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കണ്ടിട്ടുണ്ടോ മക്കളെ? ഉറപ്പായും ഉണ്ടാവും. കോൺ ഷേപ്പിനുള്ള ഒരു ഉദാഹരണമാണ് ഐസ്ക്രീം. ഹാവ് യു എവർ ഈറ്റൻ ഐസ്ക്രീം ഓഫ് ദിസ് ഷേപ്പ്? കോൺ ഷേപ്പിലുള്ള ഐസ്ക്രീം കഴിച്ചിട്ടില്ലേ?
Have you seen a ball? It is round from all sides. This is called a sphere. നിങ്ങൾ ബോൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ എല്ലാ സൈഡ്സും നോക്കിയാൽ എങ്ങനെയാണ്? റൗണ്ടിലാണ് ഇരിക്കുന്നത്. ആ ഒരു ഷേപ്പിനെയാണ് സ്ഫിയർ എന്ന് പറയുന്നത്. സ്ഫിയർ ഷേപ്പിൽ വേറെ എന്തൊക്കെയുണ്ട് മക്കളെ? എർത്ത്, നമ്മുടെ ഭൂമി. പിന്നെ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഒരു സ്വീറ്റ് ഉണ്ടല്ലോ, എന്താ അത്? ലഡൂസ്. എർത്തും ലഡൂസും ഒക്കെ സ്ഫിയർ ഷേപ്പാണേ. ഹാവ് യു സീൻ എ ബ്രേക്ക്? നിങ്ങൾ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ഇറ്റ് ലുക്സ് ലൈക്ക് എ ബോക്സ്. അതൊരു ബോക്സ് പോലെ കാണുമ്പോൾ തോന്നിക്കും. ദ ഫേസസ് മേ ബി റെക്റ്റാങ്കിൾസ് ഓർ സ്ക്വയേഴ്സ്. അതിൻ്റെ ഫേസസ് ഒക്കെ എങ്ങനെയായിരിക്കും? റെക്റ്റാങ്കിൾ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ആയിരിക്കും. നിങ്ങളുടെ നോട്ട്ബുക്കും ബോക്സും ഒക്കെ ഈ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഓൾസോ ഹാസ് ഫേസസ്, എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. ഇതിന് മുഖങ്ങളും അറ്റങ്ങളും കോണുകളും ഒക്കെയുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഹാവ് യു സീൻ ഡൈസ്? നിങ്ങൾ ഡൈസ് കണ്ടിട്ടുണ്ടോ മക്കളെ? ഓൾ ദി സൈഡ്സ് ഓഫ് എ ഡൈസ് ആർ സ്ക്വയർ ആൻഡ് ഈക്വൽ. ഒരു ഡൈസിൻ്റെ എല്ലാ വശങ്ങളും സ്ക്വയർ ആയിരിക്കും, ഈക്വലും ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് എ ക്യൂബ്. ഇത്തരം ഷേപ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ക്യൂബ് എന്നാണ് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞ മക്കളെ ക്യൂബിന് ഐസ് ക്യൂബ്സ് പറയാം. എ ക്യൂബ് ഹാസ് ഓൾസോ ഫേസസ്, എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. നമ്മൾ റെക്റ്റാങ്കുലർ ബ്ലോക്കിന് ഫേസസും എഡ്ജസും കോർണേഴ്സും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ക്യൂബിനും ഫേസസും എഡ്ജസും കോർണേഴ്സും ഉണ്ട്. So, we learned about 2D shapes and 3D shapes, 2-dimensional shapes and 3-dimensional shapes. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ ചെയ്യാലോ? താഴെ തന്നിരിക്കുന്ന ഷേപ്സിൻ്റെ പേരെഴുതാനായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ മക്കളെ? കോൺ. സെക്കൻഡ് വണ്ണോ? ഇറ്റ്സ് എ ക്യൂബ്. ആൻഡ് തേർഡ് വണ്ണോ? റെക്റ്റാങ്കുലാർ ബ്ലോക്ക്. ലാസ്റ്റ് വണ്ണോ? സ്പിയർ. നെക്സ്റ്റ് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. Classify various familiar objects seen around you according to their shapes. Write the names of these objects also. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഫെമിലിയർ ആയിട്ടുള്ള, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള വസ്തുക്കളെ അവയുടെ ഷേപ്സിൻ്റെ, രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത് താഴെ തന്നിട്ടുള്ള ടേബിളിൽ എഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റെക്റ്റാങ്കുലാർ ബ്ലോക്ക് ഷേപ്പിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ബുക്സ് ഉണ്ട്, എറേസർ ഉണ്ട്, ബ്രിക്സ് ഉണ്ട്. സ്പിയർ ഷേപ്പിലോ നമുക്ക് എന്തൊക്കെ എഴുതാം? ഗ്ലോബ് എഴുതാം. ഗ്ലോബ് കണ്ടിട്ടില്ലേ? പിന്നെ ബോൾ. നെക്സ്റ്റ് എന്തെഴുതാം? എർത്ത് എഴുതാം. ഇനി ക്യൂബ് ഷേപ്പിലോ ഡൈസ് എഴുതാം, ഐസ് ക്യൂബ് എഴുതാം. ലാസ്റ്റ് വൺ കോൺ ഷേപ്പിലോ കോൺ ഐസ്ക്രീം എഴുതിക്കൂടെ? നെക്സ്റ്റ് എന്തെഴുതാം? ബർത്ത്ഡേ ഹാറ്റ്. മക്കളെ, നിങ്ങൾ ചുറ്റുപാടും ഒന്ന് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഈ ഷേപ്സിലുള്ള കൂടുതൽ ഒബ്ജക്ട്സിൻ്റെ പേര് കണ്ടെത്തണം കേട്ടോ. നെക്സ്റ്റ്, tangram. The cover page of the textbook shown various figures formed using the shapes shown below. Make new figures using these pieces of the tangram. താഴെ തന്നിരിക്കുന്ന ഷേപ്സ് ഉപയോഗിച്ചുണ്ടാക്കിയ പല തരത്തിലുള്ള ഫിഗേഴ്സ്, ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഈ ടാൻഗ്രാം ഉപയോഗിച്ച് അതിൽ കൂടുതൽ ഫിഗേഴ്സ് ഉണ്ടാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെ, എന്താണ് ഈ ടാൻഗ്രാം എന്ന് നിങ്ങൾക്കറിയാമോ? വാട്ട് ഈസ് ടാൻഗ്രാം? ദേ മക്കളെ, ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ചാർട്ട് പേപ്പറിൽ സ്ക്വയർ ഒരെണ്ണം വെട്ടിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ദേ ഇതേപോലെ അതിനെ 7 പീസസ് ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്യണം. 7 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. ഈ 7 പീസസ് ഓഫ് പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഫിഗേഴ്സ് ഉണ്ടാക്കാം. ഹൗസ് ഉണ്ടാക്കാം, കൈറ്റ് ഉണ്ടാക്കാം, ക്യാറ്റിനെ ഉണ്ടാക്കാം, ഡോഗിനെ ഉണ്ടാക്കാം, ആൻഡ് വാട്ട് എവർ യു വാണ്ട്. നിങ്ങളുടെ മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ കവർ പേജ് ഒന്ന് നോക്കണേ. അതിലിതേപോലെ കുറേ ടാൻഗ്രാം ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ? മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. സോ നമ്മുടെ ഈ യൂണിറ്റിലെ ടോപ്പിക് എല്ലാം കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ മക്കളെ. ടേക്ക് ദ റെക്റ്റാങ്കിൾസ് ഇൻ ദ ഫിഗേഴ്സ് ബിലോ. കളർ ദ സ്ക്വയർ വിത്ത് റെഡ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ റെക്റ്റാങ്കിളിന് ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയറിന് റെഡ് കളർ കൊടുക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മനു ഈസ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്. ഹി പേസ്റ്റഡ് കളേർഡ് സ്ട്രിങ് എലോങ് ഓൾ 4 sides ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ്സ് 8 centimeters. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഹി യൂസ്ഡ്? എന്താ മക്കളെ ക്വസ്റ്റ്യൻ? മനു ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്.
അതിനുവേണ്ടി മനു 4 സ്ട്രിങ്സ് 4 ചരടുകളെടുത്ത് ഒരു വശം 8 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ 4 സൈഡ്സിലും ഒട്ടിച്ചു വെച്ചു ഈ സ്ട്രിങ്സ്. അപ്പോൾ മനു ഉപയോഗിച്ച ചരടുകളുടെ ടോട്ടൽ നീളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എങ്ങനെ കണ്ടെത്താം മക്കളെ? ഒരു സമചതുരത്തിന് സ്ക്വയറിന് എത്ര വശങ്ങളുണ്ട്? എ സ്ക്വയർ ഹാസ് 4 ഈക്വൽ സൈഡ്സ്. സെയിം ലെങ്തിലുള്ള 4 വശങ്ങൾ, 4 സൈഡ്സ് ആണ് ഒരു സ്ക്വയറിനുള്ളത്. ഇവിടെ മനു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനെടുത്ത സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണ് മക്കളെ? ഇറ്റ്സ് 8 സെൻറ്റിമീറ്റർ. ആ സ്ക്വയറിൻ്റെ എല്ലാ 4 വശങ്ങളിലും മനു കളർ ചരട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 വശങ്ങളിലും കൂടി മനു യൂസ് ചെയ്തിട്ടുള്ള ചരടിൻ്റെ ടോട്ടൽ ലെങ്ത് കാണാൻ എന്ത് ചെയ്യണം മക്കളെ? To find the total length of string used, we can multiply the length of one side by 4. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഒരു സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് മക്കളെ? 8 സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയറിന് 4 സൈഡ്സ് ഉണ്ട് അല്ലേ? സോ ഈ തന്നിരിക്കുന്ന ഒരു വശത്തിൻ്റെ നീളത്തെ 4 കൊണ്ട്, 4 എന്താ? നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ. ഒരു സമചതുരത്തിൻ്റെ വശങ്ങളുടെ എണ്ണമാണ് 4. ഈ 4 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം മക്കളെ? എങ്ങനെ എഴുതാം? ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് ആണ് കാണേണ്ടത്. സോ ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് ഈക്വൽസ് എങ്ങനെ കണ്ടെത്താം? 4 ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സൈഡ്. 4 എന്താണ്? സ്ക്വയേഴ്സിൻ്റെ സൈഡ്സിൻ്റെ എണ്ണം 4. ഇനി അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്? സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം കൊണ്ട്, ലെങ്ത് ഓഫ് വൺ സൈഡ്. അതായത് 4 ഇൻറ്റു 8. 4 ഇൻറ്റു 8 എത്രയാണ് മക്കളെ? 32 സെൻറ്റിമീറ്റർ. സോ മനു യൂസ്ഡ് എ ടോട്ടൽ ലെങ്ത് ഓഫ് സ്ട്രിങ് ഓഫ് 32 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഇൻ ദ നോട്ട്ബുക്ക് യൂസിങ് എ റെക്റ്റാങ്കിൾ കാർഡ്. Draw squares on both the shorter and longer sides using a ruler. Measure their sides and write them down. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? നിങ്ങളുടെ കയ്യിലുള്ള റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ദെൻ ആ റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ടർ സൈഡിലും ലോങ്ങർ സൈഡിലും സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഓരോ സ്ക്വയേഴ്സ് വരയ്ക്കുക. എന്നിട്ട് ആ വരച്ച സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് അളന്നെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. സോ ടേക്ക് യു റെക്റ്റാങ്കിൾ ഷേപ്ഡ് കാർഡ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ യുവർ നോട്ട്ബുക്ക്. യൂസ് എ പെൻസിൽ ആൻഡ് ഡ്രോ എലോങ് ദ എഡ്ജസ് ഓഫ് ദ കാർഡ് ടു മേക്ക് എ റെക്റ്റാങ്കിൾ. മക്കൾ റെക്റ്റാങ്കിൾ വരച്ചല്ലോ. സോ ഇനി നമ്മൾ എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? സ്ക്വയർ ഓൺ ദ ഷോർട്ടർ സൈഡ് വരച്ച് നോക്കാം. ഈ റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ടർ സൈഡിൽ ഒരു സ്ക്വയർ വരയ്ക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ഷോർട്ടർ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ യു ഡ്രോ. നിങ്ങൾ വരച്ച റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ടർ സൈഡ് ഏതാണ്? ഇതാണ് ഷോർട്ടർ സൈഡ്. നൗ ഡ്രോ അനദർ സ്ക്വയർ നെക്സ്റ്റ് ടു ദാറ്റ് ഷോർട്ടർ സൈഡ്. ആ ഷോർട്ടർ സൈഡിനോട് ചേർത്തൊരു സ്ക്വയർ വരച്ച മക്കളെ എങ്ങനെ വരയ്ക്കും? ഒരു അളവ് വേണ്ടേ? ഏത് അളവിലാണ്, ഏത് ലെങ്തിലാണ് വരയ്ക്കേണ്ടത്? ഈ ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത് എത്രയാണോ ആ ലെങ്തിലായിരിക്കണം നമ്മൾ ഈ സ്ക്വയർ വരയ്ക്കേണ്ടത്. യൂസ് എ സ്കെയിൽ ടു മെഷർ കെയർഫുള്ളി. ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ടർ സൈഡ് 3 സെൻറ്റിമീറ്ററും ലോങ്ങർ സൈഡ് 6 സെൻറ്റിമീറ്റേഴ്സും ആണ്. ഹിയർ ഷോർട്ടർ സൈഡ് ലെങ്ത് ഈസ് 3 സെൻറ്റിമീറ്റേഴ്സ്. സോ ഡ്രോ എ സ്ക്വയർ വിത്ത് 3 സെൻറ്റിമീറ്റർ ഈച്ച് സൈഡ്സ്. നമ്മൾ പുതിയ ഒരു സ്ക്വയർ ഷോർട്ടർ സൈഡിൽ വരച്ചു ചേർത്തു. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ഡൗൺ ദ ലെങ്ത് ഓഫ് ഓൾ 4 സൈഡ്സ് ഓഫ് ദ ന്യൂ സ്ക്വയർ. പുതിയ സ്ക്വയറിൻ്റെ എല്ലാ 4 വശങ്ങളുടെയും നീളം മക്കളൊന്ന് മെഷർ ചെയ്ത് എഴുതി വെച്ചേ. എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി? ഓൾ സൈഡ്സ് വിൽ ബി ഈക്വൽ. വൈ? ബിക്കോസ് ഇറ്റ്സ് എ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു മക്കളെ? ഒരു റെക്റ്റാങ്കിൾ വരച്ചു, അതിൻ്റെ ഷോർട്ടർ സൈഡ് കണ്ടെത്തിയിട്ട് അവിടെ ഒരു സ്ക്വയർ വരച്ചു ചേർത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ലോങ്ങർ സൈഡിൽ ഒരു സ്ക്വയറും കൂടി വരച്ചു ചേർക്കണം. സ്ക്വയർ ഓൺ ദ ലോങ്ങർ സൈഡ്. നൗ ഫൈൻഡ് ദ ലോങ്ങർ സൈഡ് ഓഫ് ദ ഒറിജിനൽ റെക്റ്റാങ്കിൾ. നമ്മൾ ആദ്യം വരച്ച ഈ റെക്റ്റാങ്കിൾ ഇല്ലേ, അതിൻ്റെ ലോങ്ങർ സൈഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ രണ്ടാമത് വരച്ചു ചേർത്ത സ്ക്വയർ കൂട്ടേണ്ട. ലോങ്ങർ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ, ഒറിജിനൽ റെക്റ്റാങ്കിൾ ഏതാണ്? ഇതാണ് ലോങ്ങർ സൈഡ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡ്രോ അനദർ സ്ക്വയർ നെക്സ്റ്റ് ടു ദിസ് ലോങ് സൈഡ്. ഈ ലോങ്ങർ സൈഡിൽ നമ്മൾ അടുത്ത ഒരു സ്ക്വയർ കൂടി വരച്ചു ചേർക്കണം.
സ്ക്വയർ വരയ്ക്കുമ്പോൾ എന്താണ് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ദിസ് സ്ക്വയർ ഷുഡ് ഹാവ് ദ സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആസ് ദ ലോങ് സൈഡ്. ഈ ലോങ്ങർ സൈഡിൻ്റെ സെയിം നീളവും വീതിയും ആയിരിക്കണം ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിനും വേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം വരച്ച ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ലോങ്ങർ സൈഡിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? ഇറ്റ്സ് 6 സെൻറ്റിമീറ്റേഴ്സ്, 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. സോ ഈ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് റെക്റ്റാങ്കിളിനോട് ചേർന്ന് അതിൻ്റെ ലോങ്ങർ സൈഡിലായിട്ട് ദേ ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കാം. അതിൻ്റെ 4 സൈഡ്സും എത്രയായിരിക്കണം? 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം. സോ മക്കൾ സ്കെയിൽ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ലോങ്ങർ സൈഡിൽ ഒരു സ്ക്വയർ കൂടി വരച്ചിട്ടുണ്ട്. റൈറ്റ് ദ ലെങ്ത്സ് ഓഫ് ഓൾ 4 സൈഡ്സ് ഓഫ് ദി സ്ക്വയർ. ഇപ്പോൾ നിങ്ങൾ വരച്ച ഈ സ്ക്വയറിൻ്റെ ലെങ്ത് ഒന്ന് അളന്നെഴുതിക്കേ. 4 വശങ്ങളുടെയും നീളം എഴുതണം കേട്ടോ. എഴുതിയോ? ലെങ്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഓൾ സൈഡ്സ് വിൽ ബി ഈക്വൽ. 4 സൈഡും ഈക്വൽ ആയിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. ബട്ട് ലോങ്ങർ ദാൻ ദ അതർ സ്മോൾ സ്ക്വയർ. പക്ഷേ ഷോർട്ടസ്റ്റ് സൈഡിൽ നമ്മൾ വരച്ച ആ സ്ക്വയറിനേക്കാൾ നീളം കൂടുതൽ ആയിരിക്കും. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. The lengths of the sides of some figures are given below. Which of them can be used to draw a rectangle? ചില ഫിഗേഴ്സിൻ്റെ സൈഡ്സിൻ്റെ വശങ്ങളുടെ നീളം താഴെ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആൻഡ് 7 സെൻറ്റിമീറ്റർ എന്നാണ്. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ ആൻഡ് 9 സെൻറ്റിമീറ്റർ. ദെൻ സി 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. ലാസ്റ്റ് വൺ ഡി 8 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. ഈ തന്നിരിക്കുന്ന ലെങ്തിൽ നിന്നും ഏത് ഓപ്ഷൻ ഉപയോഗിച്ചാലാണ് നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നത്? അതായത് ഏത് മെഷർമെൻറ്റ് ഇതിൽ നിന്നും യൂസ് ചെയ്യുന്നതാണ് ഒരു ദീർഘചതുരം റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായതെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എങ്ങനെ കണ്ടെത്താം? റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ മക്കളെ? 2 സൈഡ്സ് ഓഫ് റെക്റ്റാങ്കിൾ ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. 2 സൈഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏതായിരിക്കും മക്കളെ റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള ലെങ്ത്? ഇറ്റ്സ് ഓപ്ഷൻ സി 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. 5th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ലെങ്ത്സ് ബിലോ cannot be used to draw a square? താഴെ കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഒരു സമചതുരം സ്ക്വയർ വരയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത അളവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. ഓപ്ഷൻ എ എന്താണ്? ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8. ഓരോ സൈഡ്സും 8 സെൻറ്റിമീറ്റർ ആയത്. 8 സെൻറ്റിമീറ്റർ ഓരോ സൈഡ്സും വെച്ച് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റുമോ മക്കളെ? യെസ്, വി ക്യാൻ ഡ്രോ എ സ്ക്വയർ വിത്ത് ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി നോക്കിയ മക്കളെ. 5, 5, 5, 5. 4 വശങ്ങളും 5 സെൻറ്റിമീറ്റേഴ്സ് കൊണ്ട് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റുമോ? പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കി. ഓൾ 4 സൈഡ്സ് 6. എല്ലാ 4 വശങ്ങളും 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ കൊണ്ട് വരയ്ക്കാൻ പറ്റുമോ? പറ്റും. ഓപ്ഷൻ ഡിയോ 5, 5, 6, 6. അങ്ങനെ 2 വശങ്ങൾ 5 സെൻറ്റിമീറ്ററും 2 വശങ്ങൾ 6 സെൻറ്റിമീറ്ററും വെച്ച് വരച്ചാൽ ഒരു സ്ക്വയർ കിട്ടുമോ? ഇല്ല. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഡി ആണ് ആൻസർ. ഏത് അളവ് ഉപയോഗിച്ച് ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റില്ല എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഡി വെച്ചാണ് നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ പറ്റാത്തത്. 5, 5, 6, 6 വെച്ച് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റില്ല. സോ ഓൾ ദി സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഒരു സ്ക്വയറിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം തുല്യമായിരിക്കും. ആ ഒരു റൂളിൽ വേരിയേഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഏത് ഓപ്ഷനിൽ കൊടുത്ത അളവ് വെച്ച് വരയ്ക്കുമ്പോഴാണ്? ഓപ്ഷൻ ഡി. ഓൾ ദി സൈഡ്സ് ആർ നോട്ട് ഈക്വൽ ഇൻ ഓപ്ഷൻ ഡി. So we cannot draw a square with these measurements. Last question, 6th one നോക്കിയ മക്കളെ. Which is the next picture? അടുത്ത ചിത്രം ഏതാണ്? സ്ക്വയേഴ്സ് ഉപയോഗിച്ച് വരയ്ക്കുന്ന പാറ്റേൺ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതിൽ 4ാമത്തെ ഇമേജ് എങ്ങനെ വരുമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ്സ് ഒബ്സർവ് ദ പാറ്റേൺ. ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഒരു സ്ക്വയർ, അതിനോട് ചേർന്ന് റൈറ്റ് ടോപ്പ് കോർണറിലായിട്ട് വേറൊരു ചെറിയ സ്ക്വയർ. നെക്സ്റ്റോ ഒരു സ്ക്വയറിനോട് ചേർന്ന് റൈറ്റ് ബോട്ടം കോർണറിലായിട്ട് ഒരു ചെറിയ സ്ക്വയർ. തേർഡ് പിക്ചറോ മക്കളെ? ഒരു സ്ക്വയറിനോട് ചേർന്ന് ലെഫ്റ്റ് ബോട്ടം കോർണറിലായിട്ട് ഒരു ചെറിയ സ്ക്വയർ. ആൻഡ് വിച്ച് വിൽ ബി ദ നെക്സ്റ്റ് പാറ്റേൺ?
ഓപ്ഷൻസിൽ എ, ബി ആൻഡ് ഡി കണ്ടോ മക്കളെ? മുകളിലുള്ള സെയിം പിക്ചേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ബട്ട് സിയോ, സി ആണ് ഇനി വരുന്ന പാറ്റേൺ. ഒരു സ്ക്വയർ, അതിനോട് ചേർന്ന് ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ മറ്റൊരു ചെറിയ സ്ക്വയർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇത് ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. ഇതേപോലെ സ്ക്വയറും റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വിച്ച് വിൽ ബി ദ നെക്സ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. സോ മക്കളെ, മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ലൈൻസ് ആൻഡ് ഷേപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? പലതരത്തിലുള്ള ജ്യാമിതീയ രൂപങ്ങളെക്കുറിച്ചാണല്ലേ ഈ യൂണിറ്റിൽ ത്രൂ ഔട്ട് നമ്മൾ പഠിച്ചത്. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മക്കളുടെ ഡെയിലി ലൈഫുമായിട്ടൊന്ന് കണക്റ്റഡ് ചെയ്ത് നോക്കിയ മക്കളെ. എങ്ങനെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ദോശ സർക്കിൾ ഷേപ്പ് അല്ലേ? ഹോംവർക്ക് എഴുതിയ നോട്ട് ബുക്കോ ഇറ്റ്സ് സ്ക്വയർ ഷേപ്പ്. ഫ്രണ്ട്സിനൊപ്പം തട്ടിക്കളിച്ച പന്തോ മക്കളെ ഇറ്റ്സ് സ്ഫിയർ. വൈകുന്നേരം ചായക്കൊപ്പം കഴിച്ച ടേസ്റ്റി ആയിട്ടുള്ള സമോസയോ ഇറ്റ്സ് ട്രയാങ്കിൾ ഷേപ്പ്. പിന്നെ മക്കളുടെ ഫേവറേറ്റ് കോൺ ഐസ്ക്രീമോ ഇറ്റ്സ് കോൺ. അങ്ങനെ അങ്ങനെ ക്ലാസ് റൂമിലെ ബ്ലാക്ക് ബോർഡ് തൊട്ട് സൂര്യൻ വരെ ഓരോന്നിനും പല പല രൂപങ്ങളാണല്ലേ. സോ മുന്നിൽ കാണുന്ന ചെറുതും വലുതുമായ ഓരോ വസ്തുവിൻ്റെയും ഷേപ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇപ്പോൾ മക്കൾക്ക് നന്നായി അറിയാം. മക്കൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. നമുക്കിനി നെക്സ്റ്റ് സബ്ജക്റ്റുമായിട്ട് കാണാമേ. Thanks for listening me, my dear kids. Take care. Bye.